ഒന്നാം പാഠഭാഗമായി 1 രാജാക്കന്മാർ 19-ാം അധ്യായം 15 മുതൽ 21 വരെ. 1 രാജാക്കന്മാർ 15 മുതൽ 21. യഹോവ അവനോട് ആവശ്യപ്പെടുന്ന നീ പുറപ്പെട്ട് ദമേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങുക. നീ എത്തുമ്പോൾ ഹസായേലിനെ നിംശിയുടെ മകനായ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആദ്യം മക്കളിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ ഏലിശയെ ഇതിന് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏത് കൊല്ലും, ഏതിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലിശ കൊല്ലും. എന്നാൽ ബാലിനെ മടങ്ങാത്ത മുഴങ്ങാനും അവനെ ചുംബന ചെയ്യാത്ത വായുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ ഏലിശയെ Yeah.
ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം കരിയണമേ. ഭേദകൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മനത്താൽ ഞങ്ങളുടെ മനത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധാതൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനേ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാഗ്യവാൻ ചൊല്ലേടോ, നിങ്ങളെ ഞങ്ങളറിയിച്ചൊടുങ്ങി മറ്റൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ സഭയിൽ ശാപം പലതരമുപദേശങ്ങളവും പാരിമുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ ദിവ്യന്മാരാശയന്മാരുടെയും നിന്റെ വിശുദ്ധാസപട ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആയിരിക്കാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും, കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ അനുഭവങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ.
നിന്റെ വിശുദ്ധായ വെങ്കേലിയോൻ സാരാംശം ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ റൂഹായുടെ നിലവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം കൽപ്പനായിരിക്കുകയും നിരഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ സഹോദരി, നാം അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശിമശിഹയുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ ലക്ഷ്യം അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിയോനിൽ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ ശിമശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ. വിശുദ്ധാന്യമറിയാമനരുടെ ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശുമിശിഹായുടെ പരശുശകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഗന്നേസരത്തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവജനം കേൾക്കേണ്ടതിന് അവനെ തെക്കിക്കൊണ്ടിരിക്കയിൽ രണ്ടു പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാരിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകൾ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നിൽക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിനെ ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വെറുത്ത മീൻ കൂട്ടമകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടയിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. എല്ലായ്മയിൽ നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസ് നമ്മെ വീണ്ടുകൊള്ളുകയും തന്റെ വലിയ രക്തത്താൽ പുത്രസ്വീകാർ നമ്മെ ജീവിക്കുകയും ചെയ്ത പ്രധാനായ അരുണമായ മിശിഹാതമ്പുരാന് ദൈവികമായ സ്തോത്രയാകും പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കും. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിട്ടില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള അടിയന്റെ പാപങ്ങളും വിശ്വാസമുള്ള സർവ്വജനത്തിന്റെയും പാപങ്ങളും കർത്താവേ, ജനത്തോട് മനസ്സറിയാണ് സകല പാപവും യേശുവേ, കർത്താവേ, യേശുവേ, യേശുവേ, എന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ചു നല്ലവനെ ഏതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, എന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളാ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാനും ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി കർത്താവായി രാജാവായ മെസ്സിയായേ, ഞങ്ങൾക്ക് പാപരിഹാരങ്ങളും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനൊന്നിനയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് എല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന്റെ ആർച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമെല്ലാം ഇപ്പോഴും കരേറ്റിക്കൊള്ളുന്നു.
ഹോശോ ഉത്സുവ ലവൽ മിൻ. എന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനാ ഉത്തമാടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകെട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങൾ ചേട്ടത്വത്തെ സ്വീകരിക്കുന്ന ഗോപന്മാരോടും നിനക്ക് കാതീശ് പാടുന്ന ദ്രാഫന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും വ്യക്തിമയമായ സ്ഥലത്തും ഭക്തിജ്വാൾ സിംഹാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന ജനത്തിന്റെ പാപരിഹാരവും നിന്റെ സകല ശിക്ഷിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദൃഷ്ടിക്കാട് മുൻപാകെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ തുറന്നു കൊടുക്കണമേ. നിന്റെ മേലെ ആടുകളിന്മേ നന്മകളെ നീ എറിയണമേ. കാട് കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപിയുള്ള കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രാഴ്ചകളോടുകൂടി നിന്റെ അടുക്കലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ കുർബാനയിൽ പ്രസാദിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ ന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബുൽസുവ ലവൽ മിൻ. കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് വിമോചനവും എന്നും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം: പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള വന്യപിതാവിന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയിലെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യമുള്ള സത്യദേവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സകല സൃഷ്ടിയും മാത്രമാവനും സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുമായ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവനന്തപുരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുകയും മരിച്ചുവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ നിയമവാനിരിക്കുന്നവനുമായ യേശു മിശിഹാ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് മക്കളുടെ വന്നിക്കപ്പെടുന്നവനും
ദിവ്യന്മാർ സ്ത്രീയന്മാർ വാങ്ങും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഗുരുവായും കാതലും അപ്പോസ്തലനുമായ ഏക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനത്തിലുള്ള മാമോദീസ പറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കും. ഇന്ന് പട്ടത്ത ശുശ്രൂഷയിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട ജിജി അച്ഛൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഓർത്ത് സ്തുതിസ്തോത്രത്തിൽ അർപ്പിക്കാനായിട്ടാണല്ലോ നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടിയുള്ള പ്രത്യേക സ്തോത്ര ശുശ്രൂഷ നിർവഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, തിരുസഭയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ശരീരമാകുന്ന സഭയിൽ കാലാകാലങ്ങളിൽ ശുശ്രൂഷകരെയും കലവറക്കാരെയും മേൽപ്പെട്ടക്കാരെയും ചടിപ്പിക്കുന്ന നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസനെ അവിടുത്തെ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് നീയാണല്ലോ വിളിച്ചത്. നിന്റെ വിളി കേട്ട് സകലവും വിട്ട് നിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച നിന്റെ ദാസൻ കഴിഞ്ഞ 25 വർഷക്കാലം കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ കൃപ നൽകി, ആത്മാവിനെ നൽകി പരിപോഷിച്ച നിന്റെ സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. 25 വർഷക്കാലം കർത്താവിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിസ്തോത്രത്തിൽ അർപ്പിക്കാൻ നിങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ കർത്താവെ, 25 വർഷങ്ങൾക്ക് മുൻപായി നിന്റെ ദാസനെ ധർമ്മേൽപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷ അനുഗ്രഹീതമായി നിർവഹിക്കുവാൻ സഹായിച്ചതോർത്ത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവേ, എൻ്റെ മകനിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച എല്ലാ ശുശ്രൂഷകളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയും കരങ്ങളിലേക്ക് എൻ്റെ ദാസിനെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇഷ്ടമുള്ള ആയുസ് കർത്താവെ, കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഫലകരമായ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പരിപൂർണമായ സമർപ്പണത്തോടെയും ആത്മനിറവോടെയും സഹായിക്കണമേ എന്ന് ഒരുമിച്ച് ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലങ്കരം നിന്റെ ദാസന് മേൽ ആവശ്യിപ്പിക്കണമേ. ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നൽവരം നിരന്തോറും നൽകി അവിടുന്ന് ബലപ്പെടുത്തുകയും കൃപയിൽ പുതുകയും ചെയ്യണമേ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിന്റെ ദാസനെ അംഗീകരിച്ചു സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നൽവരം നൽകി സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം ഞങ്ങൾക്കും നിന്റെ ദാസനെക്കുറിച്ച് ഓർത്ത് സ്തുതിസ്തോത്രം അർപ്പിക്കാൻ അവസരം നൽകുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വലങ്കരം നിന്റെ മേൽ ആവശ്യിപ്പിച്ച് തിരുവനന്തോറും പുതുശക്തിയാൽ നിറച്ച് അനുഗ്രഹീതമായ ശുശ്രൂഷ ആയുസ്സുള്ളിടത്തോളം കർത്താവിന് വേണ്ടി നിർവഹിക്കാൻ കർത്താവ് ഉപയോഗിക്കുമാറാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അച്ഛൻ ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ്. ജയകാലത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അവസരത്തിൽ നിർവഹിക്കും. കർത്താവേ, ആയുസ് നിന്റെ ദാനം. നിന്നിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു നിമിഷവും ഒരു അനുഗ്രഹവും ഞങ്ങൾ ലഭിച്ചിട്ടില്ല. ഞങ്ങളുടെ ആയുസ്സിൽ ഓരോ നിമിഷവും നീട്ടിത്തരുന്നവർ നീയാണ്. പ്രിയപ്പെട്ട അച്ഛന് 1 വർഷം കൂടി ലോകത്ത് ജീവിപ്പാൻ ആവശ്യമായ കൃപ നൽകി പരിപാലിച്ചതിനോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പ്രവേശിക്കുന്ന പുതുവർഷം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുമാനം മനസ്സലിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കാര്യങ്ങൾക്ക് നീ പ്രകാശമായിരിക്കണമേ. കൈകളെ പിടിച്ച് നടത്തണമേ. വീഴാതെ വണ്ണം താങ്ങണമേ. ദുഷ്ടൻ തൊടാതിരിപ്പാൻ തക്കണം ചിറകടിയിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടെയിരുന്ന് ഞങ്ങളെയും ഓരോ നിമിഷവും ബലപ്പെടുത്തുകയും എഴുന്നടത്തുകയും യേശുവിൻ നാമത്തിൽ കർത്താവലങ്കരമാവും. ഒരു വർഷം എല്ലാ വിധത്തിലും അനുഗ്രഹീതമായി
ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. നാവൊന്നു പിഴച്ചിടുകൾ അരുതെന്നു പറയുമവൻ. നിലവുകളൊന്നു മാറിയാ ധൈര്യം നൽകി മാറുടണയ്ക്കും. എന്റെ നാവൊന്നു പിഴച്ചിടുകൾ അരുതെന്നു പറയുമവൻ. എന്റെ നിലവുകളൊന്നു മാറിയാ ധൈര്യം നൽകി മാറുടണയ്ക്കും. ഇത്ര നല്ല സ്നേഹിതനാരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിടുമേ. ഇത്ര നല്ല സ്നേഹിതനാരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. എന്റെ ബലമൊന്നു ക്ഷയിച്ചിടുക, തുണയേകി കരുതുമവൻ. മിഴികൾ ഒന്നു നിറഞ്ഞ ആശയാലൻ മാനം നിറയ്ക്കും. എന്റെ ബലമൊന്നു ക്ഷയിച്ചിടുക, തുണയേകി കരുതുമവൻ. എന്റെ മിഴികൾ ഒന്നു നിറഞ്ഞ ആശയാലൻ മാനം നിറയ്ക്കും. ഇത്ര നല്ല പാലകനാരുമനാഥൻ എന്നെ ജയത്തോടെ നടത്തിടുമേ. ഇത്ര നല്ല പാലകനാരുമനാഥൻ എന്നെ ജയത്തോടെ നടത്തിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അവിടുത്തെ വലിയ സാന്നിധ്യം തന്ന്
ദിനംതോറും ജയോത്സവമായി ഞങ്ങൾ നടത്തുന്ന ആ കൃപ എത്ര വലിയത്. നിന്നിൽ നിന്നല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും ഞങ്ങളായിരിക്കുന്നതിൻ്റെ കൃപ മൂലമാണെന്നും എപ്പോഴും നീ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാലും നിന്നെ മഹത്വപ്പെടുത്തട്ടെ. നീ തന്നിട്ടുള്ളവയിൽ നിന്ന് തൃപാദങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകൾ ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി സ്വീകരിക്കണമേ. ഈ സ്തോത്ര കാഴ്ചകളെയും അടിയങ്ങളെയും തിരുനാമഹത്വത്തിനും തിരുരായി കെട്ടുപണിക്കുമായെടുത്ത് ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. തിരുമേശയിൽ സംബന്ധിപ്പാനായി ഒരുങ്ങുന്ന സമയമാണല്ലോ ഇത്. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർക്ക് കുമ്പസാരത്തിനായിട്ട് അതാതിടങ്ങളിൽ എഴുന്നേറ്റ് ശരണം എൻ കർത്താവേ സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് രക്ഷ നൽകിയ മെസ്സിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെ ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടും. നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം സകലത്തിലും പിഴച്ചെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനയെല്ലാം ഞാൻ ലംഘിച്ചു കർത്താവേ. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തു. കാരുണ്യവാൻ കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ആ പാപിനിയായ സ്ത്രീയെ കുരിശിൽ വെച്ച് കള്ളനെ കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ഞാനനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധി കുറ്റത്തിനുമായി തീരാതെ ജീവൻ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം. പ്രഭാപടപത്തിലാപടപത്തിനി യേശുവേ സ്തോത്രം. സ്തോത്രം. പ്രഭാപടപത്തി. താങ്ക് യു യേശു. യേശു. ആമേൻ. നമ്മുടെ സഹോദരങ്ങളും പ്രധാനികളുമേ ശുശ്രൂഷകൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും നമ്മോടുകൂടെ പ്രാർത്ഥിപ്പീൻ.
ആലയം ചേർന്നോ ഞങ്ങൾ അനുഗ്രഹമാമിരക്കുന്നു ഗുണവാനേ നിൻ സത്യ കർത്താവേ, എന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും ഇടവയ്ക്കും നിത്യമായിരിക്കുന്ന നിരപ്പും സമാധാനവും സത്യസ്നേഹവും എല്ലായ്പ്പോഴും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുവാനായിട്ടു തന്നെ ഹോശോ സുവാലവൽമിൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും സമാധാന മനുഷ്യർക്കുള്ളതായ നല്ല അവസാനത്തിന് യോഗ്യരാക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ഓശോ സുവാലവൽമിൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കൃപാനയിൽ സൂക്ഷിക്കണം. സകലത്തിനിടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിയാതമരാൻ എഴുന്നള്ളിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പ്രത്യേകതയുമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും നാവ് കൊണ്ടും സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്ത കൂട്ടങ്ങളോടും എണ്ണപ്പെടാവുന്നല്ലാത്ത നിരകളോടും വിശ്വാസമുള്ളവനുമൊക്കെയും ആത്മീയമായി യോജിച്ചുകൊണ്ട് ദ്രാഫേന്മാരെ പോലെ മുൻമടങ്ങായി നിന്നെ സ്തുതിച്ച് ഉച്ചത്തിൽ ആർത്തു ചൊല്ലുന്നു.
രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധയിളപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ആഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായെയും അവനെടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധാസികന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ കുടിപ്പീൻ. തന്നെ ആർക്കു വേണ്ടി ഭോജനത്തിനായി ചൊരിയുന്ന പുതിയത്തിനുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഒപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുണ്ടായിരിക്കണമേ. എല്ലാവരും അവനവന്റെ പ്രവൃത്തികൾ പോലെ നീ പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളോടുകൂടെ വിസ്മയനീയവും അത്ഭുതകരമായ രക്ഷണ്യവ്യാപാരം ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നവയെല്ലാം ഇത് ഹേതുവായിട്ട് സഭയും നിന്റെ ഇടവയും നിന്നോട് നീ മുഖാന്തരം പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലാഭൂകാതമറോ ഞങ്ങളോട് ഞങ്ങൾ തന്നെ ചെയ്യുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഏതോ നിങ്ങളുടെ മേൽ അനുഗ്രഹം ആചരിക്കണമേ. അപ്പം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ് ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ് ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ
നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്ന സകല മേൽപ്പട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലിത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായ സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തെരേസോസ് സഫറൻ മെത്രാപ്പൊലിത്തായും ഗീവർഗീസ് മാർ ജോസഫ് മാർ മാർത്തോമാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ യേശുദോസ്, എബ്രഹാം മാർ പൗലോസ്, മാർക്കോസ് മാർ പത്രോനിയോസ്, ഗ്രിഗോറിയോസ് മാർ സെബാസ്റ്റ്യാനോസ്, തോമസ് മാർ കിരിയോസ് എന്നീ വിശ്വാസമാരും വിശിഷ്യന്മാർ സർവ്വസമാനമായ പ്രവർത്തനത്തിലാവുകയും കരുണയോടെ നിന്റെ വിശുദ്ധ ഭവനങ്ങളെല്ലാം അവരെ കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചോളുമായ വിശുദ്ധ കന്യാമറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും ശ്രീയന്മാരെയും അറിയിപ്പുകാരെയും എവൻഗലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും മൗദ്ധ്യാന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കായാലും ക്രിസ്തുനാഥ് പോലീസിലും എഫേസോസിലും ഉണ്ടായ ദോഷങ്ങളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശം അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ വേർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കുമുണ്ടായിരിക്കട്ടെ. ആർദ്രമതേ വാതിലിൽ മുട്ടുന്നു.
സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനെ ഏതേതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. തിരുസഭയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. തിരുസഭയിൽ മേൽപ്പട്ടക്കാരായും പട്ടക്കാരായും ഷമ്മാശന്മാരായും കർത്താവിന്റെ വയൽപ്രദേശത്തെ വിവിധങ്ങൾ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഏവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. ഈ കാലങ്ങളിൽ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരരെ ദൈവസന്നിധി ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ അവരുടെ സമർപ്പണത്തെ അവിടുന്ന് മാനിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട ജിജി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 25 വർഷക്കാലം ഈ സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കാൻ കർത്താവിൻ്റെ ദാസനെ സഹായിച്ചുവല്ലോ. ദാസന്റെ ശുശ്രൂഷയ്ക്കാവിരിക്കുക മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. അധ്യാപകർ, കലാകാലങ്ങളുടെ ഇടവയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട പട്ടക്കാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ദാസം പഠിച്ച സെമിനാരി അവിടെ പഠിപ്പിച്ച അധ്യാപകർ, എല്ലാവരുടെയും പ്രാർത്ഥനയും നേതൃത്വം കൊണ്ടാണല്ലോ ഈ വലിയ ശുശ്രൂഷ അർത്ഥവത്തായി നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദാസിനു വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകൾ, ദാസിന്റെ കുടുംബം എല്ലാവരും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ വൈദിക സെമിനാരികളെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. വ്യക്തിപരമായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയുണ്ടായി കേൾക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നമുക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭുവായതും ആദ്യന്തമില്ലാത്തും അന്യമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കുമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി മോദ്രതമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ആസ്തുതി. എന്റെ കരുണയാൽ ലോകത്തിർമ്മിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ വിലയേറിയ പീഠാനുഭവങ്ങളാൽ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ുന്നവനും നിർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമാദി മുതലും തന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദേവസുതനാ
ഞങ്ങളായി നടന്നപ്പോൾ ഉപദേശിച്ചിട്ടുള്ളവരാ പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയും ഓർത്തവരെ പിന്തുടരേണം ദൈവ സുതനവരെ മോക്ഷയാകും നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കേണമേ. സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം മുളയ്ക്കുന്നു, മരയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ശരണത്തിൽ മൃതരാന്നി അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ ഉണർത്തുമ്പോൾ കുഞ്ഞാടുകളോടൊത്തു വരുവിൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം ഓർമ്മയ്ക്കായി മനുഷ്യപുത്രന്റെ കൽപ്പനയാ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു നിനക്കായി സ്തോത്രം എല്ലാം നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. സ്വന്തമനതാകൾക്ക് ജീവൻ നൽകാനായ ദേവപുത്ര, ഞങ്ങളെ സദുവിന്റെ സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തെൽപ്പിക്കണമേ. പിതാപുത്രനും പരിശുദ്ധമായ ദൈവം വന്ദന സ്തുതിമാകുന്നു. ആദ്യം തലമുറ തലമുറ തുടങ്ങിയ സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനുള്ള വർഗത്തിന്റെ നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിക്കുന്നവനുമായ ദൈവപുത്ര, പാപരിഹാരം ചെയ്തിരിക്കുന്ന യാഗത്താൽ
നിന്റെ അടിയാർക്ക് പാവമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത വലത്തെയും നീട്ടിക്കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി കാകുൽഥാൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാവതല്ലാ തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാട് കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതൽ വായിച്ചിരിക്കുന്നവരുടെ മേൽ, ഇവയെ കൊടുക്കുന്നവരുടെ മേൽ, ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും, ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങൾ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, ഏതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, ഉത്തരമുള്ള ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളെ ശരണമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി കാകുൽഥാൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവിനക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടി ഇവയെ കൈക്കൊള്ളുക. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും അവൻ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ടു വേണം ഈ അപ്പം തിന്നുവാനും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവിനക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടുകൂടി കൈക്കൊള്ളുക. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ജീവനും എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം ശരീരത്തിന്റെ സൗഖ്യത്തിനായിട്ട് നിനക്ക് വേണ്ടി മരിച്ചു എന്നത്. മനുഷ്യപുത്രന്റെ മാംസം അവന്റെ രക്തം ആത്മാവിൻ ആത്മാവാ വഴിയെ കാട്ടി നമ്മെ നടത്തി കൊണ്ടുപോകും
ഉള്ളം താളമേറ്റവും ആശയാത്ത നേരവും ക്രൂശിന്റെ കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രേമയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശൈ ഒന്നുമേ കർത്താവ് നിനക്ക് വേണ്ടി ഓർമ്മയ്ക്കാണ് സ്വാതന്ത്ര്യത്തോടും ഇവയെ കൈക്കൊള്ളും. ആമേൻ ആമേൻ. സത്യസാഹിതാന്തമേ സർവ്വകാ എൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാറ്റും മടിയിലും ഇരുൾ കാണുകയിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാമേ നീ വീട്ടിൽ ഞാൻ. യേശുമിശിഹായുടെ തിരുശരീരം കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നതിന് ഓർമ്മയ്ക്കാണ്. ആഴം കാടത്തും സഞ്ചാരി നീ കൂടെ വാ ചേക്കാം നീ വീട്ടിൽ ഞാൻ. യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാടി രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തോൻ കൃപ തന്നിൽ വച്ചോ ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ തീമം പോൽ നിഷ്കളങ്കമോ നിൻ ഓങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. നുദീരം രക്ഷകം പക്ഷ
ശുദ്ധിയാൽ നടന്നിടുന്നത് ക്രൂശേറിയ കർത്തനിൽ നീനോക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ വാരാവിൽ നിൻ അംഗിശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ സപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞോട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നീൻ ഓങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ